നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ഇംപ്രഷൻസ് ഒരുപാട് വരുന്നുണ്ട്, എന്നാൽ ക്ലിക്കുകൾ കുറവാന്നുള്ളൊരു അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇത് AI സെർച്ചുകളുടെ കാലമാണ്. അപ്പൊ നമുക്ക് വരുന്ന ഇംപ്രഷൻസിനെ മാക്സിമം ക്ലിക്കായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ആ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഗൂഗിളിൽ SERP സ്നിപ്പറ്റ് ജനറേറ്റർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ടൂൾ ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ URL സബ്മിറ്റ് ചെയ്ത് ചെക്ക് URL എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് SERPയിൽ നിങ്ങളുടെ വെബ്സൈറ്റ് അപ്പിയർ ആവുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാം ഡെസ്ക്ടോപ്പിൽ എങ്ങനെയാണ്, മൊബൈലിൽ എങ്ങനെയാണ്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഒരു ഡേറ്റ് കൊടുത്തിട്ട് അതെങ്ങനെയാണ് ഷോ ആവുന്നത് എന്നുള്ളത് ഇതിൻ്റെ അകത്തുനിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കീമുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കീം എങ്ങനെയാണ്, ഇപ്പോൾ റേറ്റ് സ്കീമാണുള്ളത്, അതെങ്ങനെയാണ് അപ്പിയർ ആവുന്നത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ടൈറ്റിൽ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, ഇതിൽ കാണാൻ ടൈറ്റിലിൻ്റെ ക്യാരക്ടർ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതനുസരിച്ച് കുറച്ചിട്ട് അത് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് പ്രിവ്യൂ ഇതിനകത്ത് തന്നെ നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഈ പറഞ്ഞ പോലെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ യൂസർക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിനകത്ത് തന്നെ പ്രിവ്യൂ നോക്കിയിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഒരു കീവേഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ കീവേഡ് എങ്ങനെയാണ് നമ്മുടെ SERPയിൽ പ്രൊജക്റ്റ് ആവുന്നത്, അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആളുകളിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ആവുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആയിട്ട് ഈ ടൂളിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ പേജോ ലൈവ് ആക്കുന്നതിന് മുന്നേ ഇതിനകത്ത് URL ഇട്ടിട്ട് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും സ്കീമും ഒക്കെ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക.